ഇന്ന് റബീഉൽ അവ്വൽ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ചയിൽ നമ്മുടെ നാടുകളിൽ നബാത്തി ഖുത്ബയുടെ 7 തുറന്ന് ഓതാറുണ്ട് ഹത്തീബുമാർ. ആ ഓതുന്ന ഖുത്ബകളിൽ ആവർത്തിച്ച് മുന്നിലുള്ള ഖൗമിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ അഷ്റഫായ ഒരാളില്ല കേട്ടോ, റസൂലുള്ളാഹിയേക്കാൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളില്ല കേട്ടോ. പക്ഷേ ഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിലാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി. ഇത്രയും ശറഫും പോരിശയും ഒക്കെയുള്ള പ്രവാചകന് പോലും മരണമെടുത്തപ്പോൾ അല്ലാഹു നീട്ടിക്കൊടുത്തിട്ടില്ല, ആയുസ് നീട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കിതാബിൽ പറയുന്നത്, വലഖദ് അതാഹു ഫീ മിത്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ ഖറാബ്. നിങ്ങൾ ഇപ്പോഴുള്ള ഈ റബീഉൽ അവ്വൽ പോലൊരു മാസത്തിലാണ് അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അതേ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നത്. ഇന്നത്തെ വെള്ളിയാഴ്ച പറയാണ്, ഇനി അടുത്തൊരു വെള്ളിയാഴ്ചയുണ്ട്. ആ വെള്ളിയാഴ്ചയും വിളിച്ചു പറയും, വലൗ റദഅൽ മൗത ശറഫുൻ നസീൽ ഔ ദഫഅൽ ഖദറ ഖദറുൻ ജലീൽ ഔ മനഅൽ ഹദറ വജ്ഹുൻ ജമീൽ. ഏതെങ്കിലും ഒരാളുടെ ശറഫ് കൊണ്ട്, ജന്മമഹത്വം കൊണ്ട് മരണത്തെ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഒരാളുടെ ഉന്നതമായ സ്ഥാനം കൊണ്ട് മരണം പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ, സുന്ദരമായൊരു വദനം കൊണ്ട് മരണത്തെ പരിച പോലെ തടുച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ, ലകാന അവ്വല നാജിൽ ലികമാലി ഫദ്ലിഹിർ റസൂൽ. ഈ പറയപ്പെട്ട സർവ്വവിശേഷണങ്ങളും ഒത്തിണങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. വലഖദ് തഖല്ലാ ഫീ മിത്ലി ശഹരികും ഹാദാ അജലുഹു. നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന മാസം പോലൊരു മാസത്തിലാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോയത്. അടുത്ത വെള്ളിയാഴ്ചയും പറയും മിമ്പറുകളിൽ, നുബാത്തി ഖുത്ബകളിൽ. എന്നിട്ട് മുന്നിലുള്ള സമൂഹത്തോട് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി എന്ന് പറഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്കൊരു ദുഃഖവുമില്ലാത്തത്? എന്തേ നിങ്ങൾക്കൊരു പ്രയാസവുമില്ലാത്തത്? എന്തേ വേദന കൊണ്ട് നിങ്ങളുടെ ഖൽബ് വികസിക്കാത്തത് എന്ന് മുന്നിലുള്ള ഖൗമിനോട് ശുദ്ധമായ അറബിയിൽ അഥവാ ഈജിപ്ഷ്യൻ അറബിയിൽ ഇബ്നു നബാത്തുൽ മിസ്രി എഴുതിയ ഖുത്ബ കിതാബ് നോക്കിക്കൊണ്ട് ഖൗമിനോട് ഉസ്താദ് ചോദിക്കുകയാണല്ല, ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ മാസമാണിതെന്ന് പറഞ്ഞിട്ട് എന്തേ ആരും ദുഃഖമില്ലാതിരിക്കുന്നത്? എന്തേ ആർക്കും ഒരു വിഷമവുമില്ലാത്തത്? ചിന്തിക്കണം, ആലോചിക്കണം. എത്ര വൈരുദ്ധ്യമാണ് യാഥാർത്ഥ്യവും നടക്കുന്ന സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ട പ്രവാചകൻ വിട്ടുപിരിഞ്ഞ മാസമാണിത്. അതുകൊണ്ടാണ് മഹാനായ അബു അംറിൽ അലാ റഹിമഹുല്ല പറഞ്ഞ വാചകം മഹാനായ ഇമാം ഫാഖിഹാൻ എടുത്തു തിരിച്ചുകൊണ്ട് ചോദിച്ചത്, ഹാദാ മഅ അന്ന അശ്ശഹറ അല്ലദീ വുലിദ ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ റബീഉൽ അവ്വൽ ഹുവ ബിഐനിഹി അശ്ശഹറു അല്ലദീ തുവഫിയ ഫീഹി. നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന അതേ മാസത്തിൽ തന്നെയാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്. ഫലൈസൽ ഫർഹു ഫീഹി ബിഔലാ മിനൽ ഹുസ്നി ഫീഹി. അതുകൊണ്ട് തന്നെ ഈ ജനനം പറഞ്ഞ് സന്തോഷിക്കുന്നതിനേക്കാളും മികച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാട് കൊണ്ട് ദുഃഖിക്കലല്ലേ എന്ന് ചോദിച്ചത് അബുൽ അലാ റഹിമഹുല്ലയാണ്, അബു അംർ ഇബ്നു അലാ റഹിമഹുല്ലയാണ്. അത് ഇമാം ഫാഖിഹാൻ എടുത്തു ധരിക്കുകയാണ്. പക്ഷേ സമൂഹം അതറിയുന്നില്ല. ആരുണ്ട് ഇത് ഗൗനിക്കാൻ? ആരുണ്ട് ഇത് പരിഗണിക്കാൻ? ആരുണ്ട് ഇത് മനസ്സിലാക്കാൻ? റബീഉൽ അവ്വൽ ആകുമ്പോൾ ആഘോഷിക്കുകയാണ് ഖൗം, ജനത. അവർക്കറിയില്ല, സാധുക്കളാണ്, പാമരന്മാരാണ്, അറിവില്ലാത്തവരാണ്. ആഘോഷിക്കാൻ അവരോട് ഉലമാക്കൾ പറയുകയാണ്, സന്തോഷിക്കാൻ പറയുകയാണ്, മധുരം വിതരണം ചെയ്യാൻ പറയുകയാണ്, കൊടിതോരണങ്ങൾ കെട്ടാൻ പറയുകയാണ്. അതുപോലെ തന്നെ അവരെ തെരുവിലിറക്കുകയാണ്. ഹറാമായ കാഴ്ചകൾ, ഹറാമായ ചെണ്ടമേളങ്ങൾ, ഹറാമായ ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പുകൾ, ഹറാമായ DJ പാർട്ടികൾ. ആളുകൾ ഉടുത്തും ഒരുങ്ങിയും ആണും പെണ്ണുമൊക്കെ തെരുവിലിറങ്ങി ആഘോഷത്തിന്റെ ആടിത്തിമിർപ്പിലാണ് റബീഉൽ അവ്വലിൽ. ജനങ്ങൾക്ക് ഇതറിയില്ല, ആളുകൾക്ക് ഇതറിയില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. നേരെ മറിച്ച് വലിയ വലിയ സദസ്സുകളും ചീരണികളുമായി സമൂഹം ഊർജിട്ടുമ്പോ സമൂഹത്തോട് ഇത് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ ഹബീബിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, ഹബീബിന്റെ ജീവിതം പറഞ്ഞു കൊടുക്കാൻ, പ്രവാചക ജീവിതത്തിന്റെ അവസാന നാളുകൾ പറഞ്ഞു കൊടുക്കാൻ, പ്രവാചകന്റെ വസിയ്യത്തുകൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ബാധ്യത നിർവഹിക്കുക.